ഒരാലിംഗനത്തിന്റെ സൗഖ്യം തന്നെയാണ്. ഞാൻ പേരുകേട്ട, വെറുക്കപ്പെടേണ്ട പേരുകേട്ട ഒരു പിണക്കക്കാരനാണ്. അത് ഞാൻ നിഷേധിക്കുന്നൊന്നുമില്ല. ഞാൻ നന്നായി പിണങ്ങും, ചുമ്മാ പിണങ്ങും. ചിലപ്പോൾ ഒരു ന്യായവും ഉണ്ടാവത്തില്ല. ഉണ്ണാതൊക്കെ എത്രയോ ദിവസം സെറ്റിൽ ഇരുന്നിട്ടുണ്ട്. ജയരാജന്റെ സിനിമയുടെ സമയത്ത് ഞാൻ കാലത്ത് ഹോട്ടലിൽ നിന്ന് എൻ്റെ കാശ് കൊടുത്ത് വാങ്ങിച്ച് ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ആ സെറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ രാത്രി 11 മണി വരെ പൈതൃകം. കാരണം എന്താ? പഴം വെച്ചില്ല ഊണിന്റെ കൂടെ. ഞാനല്ല കേട്ടോ. ഉടനെ നിങ്ങൾ ചിരിച്ചതങ്ങ് എന്റെ നെഞ്ചത്തോട്ട് ചാർത്താതെ. ജയറാമാണ് എന്ന് പറഞ്ഞു. വേണമെങ്കിൽ പരസ്യ വിചാരണയ്ക്ക് ഞാൻ തയ്യാറാണ്. ജയറാം എന്ന് പറഞ്ഞു. മണിപിള്ള രാജു കൂട്ടും പിടിച്ചു. പഴം തന്നില്ല. ഈ പ്രൊഡ്യൂസർ ഇങ്ങനെ ഒരു പഴം ചോദിച്ചപ്പോൾ പറയുക, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ മതി. പ്രൊഡക്ഷൻ ബോയ് പറഞ്ഞു. ഞാൻ ചോറിട്ടിട്ട് ഞാൻ പറഞ്ഞു, എന്നാ ഇനി പഴം വന്നിട്ട് മതി ഊണെന്ന് പറഞ്ഞ് എഴുന്നേറ്റതാ. എല്ലാവരും എൻ്റെ കൂടെ ഇറങ്ങി. അന്ന് സമരം പ്രഖ്യാപിച്ചു. ഞാൻ പറഞ്ഞു, ഇനി ഈ സെറ്റിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിക്കില്ല. കാരണം വൈകുന്നേരം വരെയും പഴം വന്നില്ല. അപ്പൊ ആ പ്രൊഡ്യൂസറുടെ നിഷേധം അതിനകത്തുണ്ടായിരുന്നു. എന്നാ അവന്മാരിനി കുറച്ചു ദിവസം ചോറുണ്ടോ, ലാഭം എനിക്കാണ് എന്ന് വിചാരിച്ച പ്രൊഡ്യൂസറുണ്ട്. സുരേഷ് ചിരിക്കാതിരുന്ന സൂഹിക്കുന്നില്ല സുരേഷിന്. ഇരട്ട സഹോദരന്മാരെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ കളിയാക്കുന്നത്. ഏതാ? വർക്കലക്കാരനാ, കൊല്ലംകാരനല്ല, തിരുവനന്തപുരം ജില്ലയാണ്. ആ, വർക്കലയാണ്. അല്ലല്ല, ഹംസ പറഞ്ഞത് പ്രൊഡ്യൂസർ കൊല്ലംകാരനാണെന്ന് പറഞ്ഞാൽ അതെടുത്ത് എന്റെ തലയിലോട്ട് വെച്ചതാണ്. നടക്കൂല. ഇനി അങ്ങനെ പറഞ്ഞാലും ഞാൻ കൊല്ലംകാരനല്ല, ഞാൻ ആലപ്പുഴക്കാരനാണ്, ഞാൻ കുട്ടനാട്ടുകാരനാണ്. കാവാലത്തിന്റെ അനന്തരവനാണ് ഞാൻ. കാവാലം നാരായണ പണിക്കരായാലും അയ്യപ്പ പണിക്കർ അദ്ദേഹത്തിന്റെ അനന്തരവനാണ് ഞാൻ. ഞാൻ കൊല്ലംകാരൻ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ അവിടെ ആലപ്പുഴ വന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോയി ആലപ്പുഴയിൽ തന്നെ ജനിച്ച് ഏതാണ്ട് 2-2.5 വയസ്സ് വരെ കുട്ടനാട്ടില് അരയൊപ്പം വെള്ളത്തിൽ ഉതളങ്ങ കൂട്ടങ്ങളുമായിട്ട് തട്ടിക്കളിച്ച ഒരു പയ്യനാണ്. അവിടുന്ന് പിന്നെ ആ ഉതളങ്ങ കണ്ട് പേടിച്ച് അച്ഛൻ എടുത്തുകൊണ്ട് ഓടിയതാണ് കൊല്ലത്തേക്ക്. അങ്ങനെ കൊല്ലംകാരനായതാണ്. പഠിച്ചതെല്ലാം കൊല്ലത്താണ്. ഇന്ന് നിങ്ങൾക്ക് എന്നെ ലഭിക്കുന്ന എല്ലാം ഇഷ്ടമല്ല എങ്കിലും കൂടുതലുകളുള്ള എന്നെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമായത് കൊല്ലത്തെ അന്തരീക്ഷമാണ്. നല്ല സുഹൃത്തുക്കൾ, വഴിതെറ്റിച്ച് കൊണ്ടുപോകാതെ നല്ല സുഹൃത്ത് പോലെ, നല്ല ഗുരുക്കന്മാർ. അത് ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂൾ ആയാലും ഫാത്തിമ മാതാ നാഷണൽ കോളേജ് ആയാലും എൻ്റെ ഗുരുക്കന്മാരെല്ലാം നല്ല തങ്ക കട്ടികളായി. തങ്കമെന്ന് പറയാൻ എനിക്ക് ഭയങ്കര പേടിയായി. അതും ഇനി ചെമ്പിലാണോ പൊതിഞ്ഞത് എന്നൊക്കെ ചോദിച്ചു വരുന്നവന്മാരുണ്ടാവാം. എന്തൊക്കെയോ പറയണമെന്നുണ്ട്. ഞാൻ വല്ലാണ്ട് നിങ്ങൾ നിഷേധിച്ചു എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു.